ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസിൻ്റെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുംബൈ ഇന്ത്യൻസ് ആരാധകരെ മാത്രമല്ല, എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ശക്തമായ വിമർശനങ്ങളുമായി ആരാധകർ മുംബൈ ഇന്ത്യൻസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പകരം ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യയും ആവശ്യത്തിലേറെ വിമർശനവും നേരിട്ടു. ഇപ്പോൾ ഇതാ മുംബൈ ഇന്ത്യൻസിൻ്റെ മുഖ്യ കോച്ചായ മാർക്ക് ബൗച്ചർ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റിയതിനെപ്പറ്റി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പൂർണ്ണമായും ഒരു ക്രിക്കറ്റിംഗ് തീരുമാനമാണ്. ഇതൊരു മാറ്റത്തിൻ്റെ സമയമാണ്. ആരാധകർക്ക് വികാരങ്ങൾ ഉണ്ടാവാം, എന്നാൽ വികാരങ്ങളെ മാറ്റി നിർത്തണം. ഈ തീരുമാനം രോഹിത് ശർമ്മയ്ക്ക് കളിക്കാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സഹായിക്കും. ആസ്വദിച്ച് കളിച്ച് കൂടുതൽ റൺസ് സ്കോർ ചെയ്യട്ടെ എന്നാണ് താരം പറഞ്ഞത്. രോഹിത് ശർമ്മ എന്ന ബാറ്റ്സ്മാൻ്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. കൂടാതെ ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വ പാഠവും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഹർദിക്കിനെ ക്യാപ്റ്റനാക്കിയതെന്നും താരം പറഞ്ഞു. ഇത് രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസിലെ അവസാനത്തെ സീസണാവും. ഈ സീസണോടുകൂടി താരം മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കളമൊഴിയും. ഈ പ്രശ്നത്തോടുകൂടി താരവും ടീം മാനേജ്മെൻറ്റ് തമ്മിലുള്ള ബന്ധം പഴയതുപോലെ പോകാൻ ഇടയില്ല. മാർക്ക് ബൗച്ചറുടെ കണ്ണുകടിയാണോ രോഹിത് ശർമ്മയെ പുറത്താക്കിയെന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ അംബാനി കുടുംബത്തിന് ഹർദിക് പാണ്ഡ്യയോടുള്ള അടുപ്പവും ഇതിന് പിന്നിലുണ്ട്. മാർക്ക് ബൗച്ചർ ചൂണ്ടിക്കാട്ടിയത് ക്യാപ്റ്റൻസിയുടെ പ്രഷർ മാറ്റി കളിക്കാരനായി മികച്ച പ്രകടനങ്ങൾ നടത്താനുള്ള അവസരമാണ് ഇതെന്നാണ്. പരിശീലകൻ ചൂണ്ടിക്കാണിക്കുന്നത് രോഹിത് ശർമ്മയുടെ ജോലിഭാരം കുറയ്ക്കുകയാണ് കോച്ചിൻ്റെ ഉദ്ദേശമെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.